കമ്പനിക്കുള്ള ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഓൾറെഡി അവർ നമ്മളെ ഒരു ബിസിനസ് പാർട്ട്നേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ് പാർട്ട്നേഴ്സ് ഇൻ ദ സെൻസ് അവർ നമ്മളെ അടുത്ത് നിന്ന് ലോൺ എടുക്കുന്ന കസ്റ്റമേഴ്സാണ്. ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഗെറ്റ് ലോൺ ഫ്രം എനി ബാങ്ക്സ്. ബാങ്കിൽ നിന്ന് ലോൺ അവർക്ക് അവൈൽ ചെയ്യാൻ ഉള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകളല്ല. അപ്പോൾ ഈ സ്ത്രീകൾക്ക് എങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലത്തെ സ്ഥാപനങ്ങളിൽ ബാക്കപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും സെൽഫ് എംപ്ലോയ്മെൻറ്റിനായാലും ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ ജോലിയിൽ അവർ എല്ലാ ആഴ്ച നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ സ്ഥാപനത്തിന് തിരിച്ചടവ് അടയ്ക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് ലോൺ. അപ്പോൾ 5 പേരുണ്ടാവുമ്പോൾ ദേ ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവർ റീപേയ്മെൻറ്റ് എങ്ങനെയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ഗ്യാരണ്ടി ഓഫ് ഓൾ ദ റിമൈനിങ് 4 പീപ്പിൾ. ഇപ്പം നമ്മൾ 5 പേരായിട്ട് എടുക്കണമെങ്കിൽ ബാക്കിയുള്ള 5 പേരും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടാണ് ദേ ആർ വാട്ട് ഇസ് ദാറ്റ് ഗ്യാരണ്ടീസ് ദെയർ. പക്ഷേ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈ കഴിഞ്ഞ 3 വർഷത്തിൽ ക്രൈസിസ് പ്രതിസന്ധികൾ എന്ത് വന്നാലും ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ പ്രതിസന്ധി ആയാലും റീപേയ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ പല സ്ഥാപനങ്ങൾക്കുണ്ടെങ്കിൽ പോലും എനിക്ക് ഇന്ന് വരെ അങ്ങനത്തെ ഒരു റീപേയ്മെൻറ്റിൻ്റെ പ്രശ്നം വന്നില്ല. നമുക്ക് ഫോഴ്സ്ഫുള്ളിയോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. മേ ബി ബിക്കോസ് ഞാനിങ്ങനത്തെ പദ്ധതികൾ ചെയ്യണോണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. ആൻഡ് നമുക്ക് ലിമിറ്റഡ് കസ്റ്റമേഴ്സ് ആയാലും ദേ ആർ വെരി പ്രൊഡക്റ്റീവ് ആൻഡ് വി ആർ വെരി മച്ച് ഹാപ്പി വിത്ത് ദം. ഒരു ലേഡി എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് വേ. ബട്ട് സംവെയർ അവർക്കൊരു സൊസൈറ്റി ഫിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് SKS മൈക്രോ ഫിനാൻസ് തുടങ്ങിയപ്പോൾ സ്ത്രീകളെ ഗ്രൂപ്പ് ലോൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തുടങ്ങിയത്. നമ്മളത് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ലിറ്റിൽ രത്ന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഫ്ലോട്ട് ചെയ്തതല്ല. മാനന്തവാടിയിലെ നമ്മളെ NBFCയുടെ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനിൽ അന്ന് അവിടെ ഇനോഗ്രേഷൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് നടുവേൽ രാമൻകുട്ടി എന്ന് പറഞ്ഞ പത്മശ്രീ വിജയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. നമ്മളവിടെ പോയി അദ്ദേഹത്തിൻ്റെ വയലും കൃഷിയും വീടും അതെല്ലാം കാണിപ്പിച്ചു. സോ അദ്ദേഹം ഒരു സജഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അന്ന് മറ്റേ ലാൻഡ് സ്ലൈഡ് വന്ന സമയമാണ്. അപ്പോൾ ഹീ ടോൾ ദാറ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാനന്തവാടി ഹൈസ്കൂളിൽ അവരെന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. ഞാൻ 2-3 ആൾക്കാരെ റിഫറൻസ് കൊടുത്തു. അത് വർക്കൗട്ട് ആയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 10, 20, 25 പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് അദ്ദേഹം ആഗ്രഹപ്പെട്ടു. അത് വളരെ കറക്റ്റെന്ന് എനിക്കും ഫീലായി. പിന്നെയാണ് നമ്മൾ ലിറ്റിൽ രത്ന എന്ന് പറഞ്ഞ സ്കീം ഉണ്ടാക്കിയിട്ട് അവർക്ക് 22 പെൺകുട്ടികൾക്ക് നമ്മൾ 11th ഹാഫ് ആൻഡ് 12th ഫുൾ 12th സ്റ്റാൻഡേർഡ് ഫുള്ളിൻ്റെ നമ്മൾ സ്പോൺസർഷിപ്പ് ചെയ്തു സാർ.